നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവത്തിൽ അചഞ്ചലമായ ആത്മവിശ്വാസത്തോടെ ഉണ്ടാകുന്ന ഏതൊരു സംശയത്തെയും മറികടക്കുന്ന ഒരു ഉറപ്പോടെ എല്ലാ ദിവസവും ഉണരുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്ന 8 അടയാളങ്ങളെക്കുറിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ആഴമേറിയതും നിലനിൽക്കുന്നതുമായ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ സാന്നിധ്യം എൻ്റെ കൂടെ സത്യത്തിലുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ ആദ്യ അടയാളം നിങ്ങളുടെ രക്ഷയിലുള്ള ഉറപ്പാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു സംശയത്തെയും ആകുലതയെയും മറികടക്കുന്ന ആ ഉറപ്പോടെ എല്ലാ ദിവസവും ഉണരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രക്ഷയിലുള്ള ഈ ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ ആദ്യ അടയാളമാണ്. റോമർ 8-ാം അധ്യായത്തിൽ ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്ന് തികച്ചും അവിശ്വസനീയമായ കാര്യത്തെ ഉറപ്പിക്കുന്നു. അത് നാം ദൈവത്തിൻ്റെ മക്കൾ എന്നതാണ്. ദൈവത്തിലുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടാകുന്ന താൽക്കാലികമായ തോന്നലുകളെയോ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു വികാരത്തെയോ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നാം സംസാരിക്കുന്നത് ഒരു ഉറപ്പുള്ള ബോധ്യത്തെക്കുറിച്ചാണ്. അത് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്നതിനെക്കുറിച്ചാണ്. ഈ ഉറപ്പ് സത്യം പറഞ്ഞ ആത്മാവിലുള്ള ഒരു നങ്കൂരം പോലെയാണ്. ഏറ്റവും വലിയ കൊടുങ്കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ പോലും നിങ്ങളെ അത് ഉറപ്പിച്ചു നിർത്തും. സത്യത്തിൽ എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ സംശയം തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന സമയത്ത്. മനുഷ്യരെന്ന നിലയിൽ സംശയമൊക്കെ ഉണ്ടാകുന്നത് പൊതുവെ സാധാരണമാണ്. എന്നാൽ മനസ്സ് ചാഞ്ചാടുന്ന ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് ആഴമായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നുവെന്ന് ബൈബിൾ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അവൻ നമ്മുടെ വിശ്വാസത്തെ വാർത്തെടുക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ്റെ സാന്നിധ്യം വളരെ നിശബ്ദമാണ്. എങ്കിലും ഉള്ളിൽ വ്യക്തമായൊരു ശബ്ദം നമ്മോട് പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന്. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ നമ്മെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകും. അത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെയുണ്ട് എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ്. അവൻ നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. വിഷമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ ദൈവകുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം തരുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നന്നായി അറിയുന്ന ഒരാൾ എല്ലാം അറിയാമെങ്കിലും എപ്പോഴും ധൈര്യവും പ്രത്യാശയും തരുന്ന വാക്കുകൾ പറഞ്ഞു തരുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് പോലെയാണത്. രണ്ടാമത്തെ അടയാളം, നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങളുണ്ടാകും. ഗലാത്യർ 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഗുണങ്ങളെല്ലാം വെറുതെ വായിക്കാൻ മാത്രമുള്ളതല്ല. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്ന യഥാർത്ഥ സ്വഭാവ വിശേഷങ്ങളാണിത്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ പെട്ടെന്ന് അമാനുഷിക മനുഷ്യനാകുക എന്നതല്ല. മറിച്ച് നിങ്ങളിൽ ക്രമേണ മാറ്റം സംഭവിച്ച് ഓരോ ദിവസവും യേശുവിനെ പോലെയാകണം എന്നതാണ്. ഇത് പതുക്കെ ഉണ്ടാകുന്ന ഒരു ആഴമേറിയ പ്രക്രിയയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, വാക്കുകൾ, ചിന്തകൾ പോലും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ദൈവിക സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വ്യക്തമായ തെളിവാണ്. മൂന്നാമത്തെ അടയാളം, സുവിശേഷം പറയാനുള്ള ആഗ്രഹമാണ്. പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകും എന്നാണ്. ഇത് വെറും ഒരു ശക്തിയല്ല, അത് ദൈവിക ധൈര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരോടും സുവിശേഷം പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ദിവ്യ ധൈര്യമാണത്. യേശുവിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അതിയായ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? സത്യത്തിൽ ഈ ആഗ്രഹം നമ്മിൽ നിന്നല്ല, മറിച്ച് നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ നശിച്ചു പോകുന്നവരെക്കുറിച്ചുള്ള ആഴമായ സ്നേഹവും ആളുകളെ വ്യത്യസ്തമായി കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കരുണയും നമ്മുടെ ഉള്ളിൽ ആക്കുന്നു. പെട്ടെന്ന് ഈ സന്തോഷ വാർത്ത, ഈ സുവിശേഷം നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കരുത് എന്ന് തോന്നും. എല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയണമെന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകും. സുവിശേഷം പറയാനുള്ള ഈ ആവേശം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. പെന്തക്കോസ്ത് നാളിന് ശേഷമുള്ള ശിഷ്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. ആദ്യം അവർക്ക് പേടിയും എല്ലാവരും ഉപദ്രവിക്കുമെന്ന് ഭയം ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം അവർക്ക് നല്ല ധൈര്യമുണ്ടായി. തീക്ഷ്ണതയോടെ ശേഷമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും ഓർത്ത് അവർ ഭയപ്പെടാതെ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. ഇത് സുവിശേഷം പറയുക എന്നത് മാത്രമല്ല, യേശുവിനെ പോലെ ജീവിക്കുക എന്നതും കൂടെയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ കാണിക്കുന്ന ദയ, മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ സ്നേഹം, ഇതെല്ലാം സുവിശേഷീകരണത്തിൻ്റെ ശക്തമായ രൂപങ്ങളാണ്. നാലാമത്തെ അടയാളം, അന്യഭാഷയിൽ സംസാരിക്കുന്നതാണ്. പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങിയ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം ഓർക്കുക.
അത് അവരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ശക്തമായ അടയാളമായിരുന്നു. 1 കൊരിന്ത്യർ 14 അധ്യായം 2 വാക്യത്തിൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നതെന്ന് പൗലോസ് പറയുന്നു. സൃഷ്ടാവുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഭാഷയാണിത്. ആത്മീയ രഹസ്യങ്ങൾ നിറഞ്ഞതാണ്. സാധാരണ വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറം ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഒരു പ്രത്യേക മാർഗമാണ് ഈ ഭാഷ. നിങ്ങൾക്കും ദൈവത്തിനുമിടയിലുള്ള ഒരു രഹസ്യ ഭാഷയാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. അത് വ്യക്തമായ അടുപ്പവും ഉറപ്പും നൽകുന്ന അനുഭവമാണ്. 5-ാമത്തെ അടയാളം യേശുവിനോടുള്ള ആഴമായ സ്നേഹമാണ്. റോമർ 5 അധ്യായം 5 വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. നാം പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ യേശുവിനോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരും. അത് അവഗണിക്കാൻ നമുക്ക് കഴിയില്ല. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, ഒരാളുമായി പ്രണയത്തിലാകുന്ന ഒരാൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരിക്കലും നിർത്താൻ കഴിയില്ല, അല്ലേ? യേശുവിലാകുമ്പം ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും യേശുവിനെക്കുറിച്ച് സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശുവിനെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. യേശുവിനോടുള്ള ഈ അതിയായ സ്നേഹം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. 6-ാമത്തെ അടയാളം സത്യത്തെക്കുറിച്ചുള്ള അറിവാണ്. 1 യോഹന്നാൻ 2 അധ്യായം 27 വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അഭിഷേകം നമുക്ക് ഉപദേശിച്ചു തരും എന്നതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് നമ്മെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കുന്നത്. വചനത്തിൻ്റെ ആഴങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും വെളിപ്പെടുത്തും. യോഹന്നാൻ 16 അധ്യായം 13 വാക്യം പറയുന്നു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഈ അറിവ് നമ്മെ സകലത്തിൽ നിന്നും സ്വതന്ത്രമാക്കി ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. ഇത് സത്യത്തിൽ നല്ല വഴി ഏതാണെന്ന് അറിയുന്ന, ആവശ്യ സമയത്ത് ജ്ഞാനവാക്കുകൾ പറഞ്ഞു തരുന്ന ഒരു നല്ല കൂട്ടുകാരൻ കൂടെ ഉള്ളതുപോലെയാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാതെ ജീവിക്കുന്നത് ഒരു ഭൂപടമോ അല്ലെങ്കിൽ കോമ്പസോ ഇല്ലാതെ പരിചയമില്ലാത്ത കടലിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എല്ലാ വഴികളും നന്നായി അറിയാവുന്ന ഒരു ഗൈഡ് കൂടെ ഉള്ളതുപോലെയാണ്. ആഴമായി നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ വചനത്തെ മനസ്സിലാക്കാൻ അവൻ നമ്മെ സഹായിക്കും. ഈ അറിവ് ബുദ്ധിക്ക് അതീതമായ ഒന്നാണ്. ദൈവത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ കണ്ണുകളും ഹൃദയവും തുറക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ജ്ഞാനം തരും. ഓരോ ദിവസവും ഉണ്ടാകുന്ന വെല്ലുവിളികൾ നേരിടാൻ നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണത്. 7-ാമത്തെ അടയാളം ആശ്വാസമാണ്. എല്ലാം കൈവിട്ടുപോയെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ലോകത്തിൻ്റെ മൊത്ത ഭാരവും നിങ്ങളുടെ മുകളിലാണെന്ന് തോന്നുന്ന സമയം, എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ലാതിരിക്കുന്ന സമയം, ആ സമയങ്ങളിൽ നിങ്ങൾ പോലും അറിയാത്ത ഒരു ആശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. നിങ്ങളുടെ ആത്മാവിനെയും ഹൃദയത്തെയും ശാന്തമാക്കുന്ന ഒരു ആശ്വാസം. അതാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങളെ ഒരിക്കലും കൈവിടാത്തൊരു സുഹൃത്ത്. ജീവിതത്തിൽ പ്രശ്നമെന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോഴും യോഹന്നാൻ 14 അധ്യായം 16 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ആശ്വാസദായകനെന്ന് യേശു പറയുന്നുണ്ട്. ഇത് വെറും ഒരു സ്ഥാനപ്പേരല്ല, അതൊരു സത്യമാണ്. നിങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോഴും ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ മാത്രം പറയുമ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈപ്പിടിച്ച് ഉയർത്തും. അവൻ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. മാത്രമല്ല, പുതിയ ശക്തിയും കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യാനുള്ള കഴിവും അവൻ നൽകും. അവൻ നിങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാം ശരിയാകുമെന്ന് നിങ്ങളോട് പറയും. കാരണം അവൻ അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. മനുഷ്യൻ്റെ യുക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു സമാധാനം, ദൈവത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ആ സമാധാനം നിങ്ങളുടെ മനസ്സിൽ അവൻ തരും. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കേണ്ട. എല്ലാ ദിവസവും ജീവിതത്തിൻ്റെ ചെറിയ പോരാട്ടങ്ങളിലും വെല്ലുവിളികളിലുമെല്ലാം അവൻ കൂടെ ഉണ്ടാകും. 8-ാമത്തെ അടയാളം അവൻ്റെ മധ്യസ്ഥതയാണ്. വാക്കുകൾ പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പ്രാർത്ഥിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സ് വിഷമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഇതിനകത്തൊരു സന്തോഷ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആ സമയത്ത് പോലും അവൻ കൂടെയുണ്ട് എന്നുള്ളത് റോമർ 8 അധ്യായം 26 വാക്യത്തിൽ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് നന്നായി അറിയാവുന്ന ഒരു സുഹൃത്താണ് പരിശുദ്ധാത്മാവെന്നത് മനസ്സിലാക്കുക. അവൻ നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കുക മാത്രമല്ല, നിങ്ങളുടെ ആഴമേറിയ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നു. ഇത് നമുക്ക് ആശ്വാസം തരുന്നു എന്നത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സജീവമായി എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ ഓർക്കുക, നിങ്ങൾക്ക് ഒരു സ്വർഗീയ മധ്യസ്ഥനുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിലുണ്ട്. എല്ലാ വേദനകളെയും ദൈവം നന്മയാക്കി മാറ്റും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.